നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് വേണ്ട ചിക്കൻ വേണം. അതെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന മാമനെയും മരുമോളെയും നിലയ്ക്ക് നിർത്താം. അത് നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എന്റെ അമ്മയിടത്തി ഞങ്ങളിപ്പോ ഒന്നായിട്ടിരിക്കല്ലേ, ഇനി കാണാം പൂരം. ഞങ്ങളെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടമ്മേ. മാഷും തുണിക്കച്ചവടക്കാരി മൂട്ടിൽ തീ പിടിച്ച പോലെ ഓടിക്കും ഞങ്ങള്, അല്ലേ മാമ? അത് തന്നെ. എന്നാ എനിക്കുണ്ടാവുന്ന സന്തോഷം എന്താണെന്ന് നിനക്കറിയാലോ അല്ലേ? എടി ചാരു, എന്റെ എഡ്യൂക്കേഷനും ഞാനിരിക്കുന്ന പൊസിഷനും അറിയാലോ നിനക്ക്. നീ എന്റെ മുന്നിൽ ഒന്നും അല്ലടി. നിന്റെ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നു. ബിഗ് സീറോ. എന്റെ മുന്നിൽ വന്ന് എന്നെ ചലഞ്ച് ചെയ്യാൻ മാത്രം നീ വളർന്നല്ലേ? ഈ നിമിഷം തൊട്ട് നീ അനുഭവിക്കാൻ പോവാ. ആരാ മോനെ? ചീഫ് എഞ്ചിനീയറുടെ കോളാ. എടുത്ത് സംസാരിക്കേ. വേണ്ടച്ച കട്ടിയാണല്ലോ ഇവൻ. അക്കുച്ചേട്ടാ ഫോണിങ്ങി താ. വേണ്ട കാക്കുത്തി. താ അക്കുച്ചേട്ടാ, ഞാൻ സംസാരിക്കാം. ആകാശേ, നീ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ചാരുമോൾ സംസാരിക്കാന്ന് പറഞ്ഞാൽ അതിനും സമ്മതിക്കില്ലേ? ഫോൺ ചാരുമോൾക്ക് കൊടുക്ക്. ഈ സമയത്ത് അവര് നിന്നെ വിളിക്കുന്നത് നിനക്ക് എന്തെങ്കിലും ജോലി തരാനായിരിക്കും. നീ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ചാരുമോൾ സംസാരിക്കുന്ന. താ അക്കുച്ചേട്ടാ. ഹലോ, ഞാൻ മിസ്സസ് ആകാശ. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശില്ലേ? എന്റെ ഹസ്ബൻഡ് ഉറങ്ങുക. എനിക്ക് ആകാശിനോട് സംസാരിക്കണം. അർജന്റ് വർക്കിന്റെ കാര്യം. ഫോൺ ആകാശിന് കൊടുക്ക്. സോറി മാഡം, ഉറങ്ങുന്ന ആളെ വിളിച്ചുണർത്താൻ എനിക്ക് പറ്റില്ല. ഉറക്കത്തിൽ ശല്യപ്പെടുത്തുന്ന ശരിയല്ലല്ലോ. പ്രത്യേകിച്ച് അക്കുച്ചേട്ടൻ ഉറങ്ങുമ്പോ ഞാൻ ഒരിക്കലും ശല്യപ്പെടുത്തില്ല. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സുപ്പീരിയർ ഓഫീസറാ സംസാരിക്കുന്നത്. ഫോൺ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? സുപ്പീരിയർ ഓഫീസർ അല്ല, ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഞാനിപ്പോ അക്കുച്ചേട്ടനെ ഉണർത്തില്ല. അർജന്റ് വർക്കൊക്കെ അങ്ങ് ഓഫീസില്. രാവിലെ അക്കുച്ചേട്ടൻ ഓഫീസിൽ വരുമ്പോ സംസാരിച്ചോ. എന്നാ ശരി, വെക്കട്ടെ. ഒരു മിനിറ്റ് മാഡം, ഞാനൊരു അർജന്റ് കാര്യം പറയാൻ മറന്നുപോയി. എന്താ? ഗുഡ് നൈറ്റ് മാഡം, സ്വീറ്റ് ഡ്രീംസ്. മാറ്. ചാരു ചേച്ചി കാലക്കി. സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞെങ്കിലും ആ മാഡം എന്ന് ഉറങ്ങും തോന്നില്ല. മോനെ അരവിന്ദ, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായടാ. നീ എനിക്ക് കള്ളും ഭക്ഷണവും ഒക്കെ തന്ന് ഭയങ്കര സന്തോഷമായി. ശാന്തപ്പ മാമ, ഇനി വരുമ്പോ കുഞ്ഞുമോൾ ആഞ്ചിനെ കൊണ്ടുവരണം. ഇതില് സൂപ്പർ ഫുഡായിരിക്കും. നടക്കുന്നതും പറക്കുന്നതും നീന്തുന്നതുമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാവും. അതും ശാന്തപ്പൻ മാമന്റെ മോള് പാചകം ചെയ്തത്. സത്യം മാമ, അതിന് വിശ്വാസമില്ലേ? ഞാൻ വേണമെങ്കിൽ ശാന്തപ്പൻ മാമന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യാം. അതൊന്നും വേണ്ട മോനെ, എനിക്ക് നിന്റെ വിശ്വാസം. ശാന്തപ്പൻ മാമൻ നോക്കിക്കോ, മാമന്റെ മോള് തന്നെ എല്ലാം ഉണ്ടാക്കി തരും.
ശകുനിയുടെ സ്വഭാവം കാണിച്ചാലുണ്ടല്ലോ, കാണിക്കല്ല, അങ്ങനെയൊന്ന് നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ചാ മതി. കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ തന്നെ വിഷം വെച്ചിരുന്നു നിങ്ങക്ക്. എനിക്ക് ഭക്ഷണം വേണ്ട മോനെ. മോന്റെ സ്നേഹം മാത്രം മതി. അല്ലെങ്കിലും പക്ഷേ എനിക്ക് ഭക്ഷണത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്റെ പഞ്ചാര ചക്കുഴ കൂട്ടം വാടാ. ശാന്തപ്പൻ മാമന്റെ ഈ സ്നേഹം കാണുമ്പോ ശരീരമൊക്കെ കൂടി പോകുന്നു. ശാന്തപ്പൻ മാമൻ എപ്പോ ഫ്രീ ആണോ അപ്പോഴൊക്കെ ഇവിടെ വരണം. വരും വരും. നമുക്ക് പരസ്പരം സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും എങ്ങനെയൊക്കെ എല്ലാവർക്കും ക്ലാസ് കൊടുക്കണം. എങ്ങനെയുണ്ടാ മോനെ, നീയേ ഈ വാലവാഷിന്റെ മുന്നിൽ എന്നെ മാഷാക്കേണ. അശ്വതി, ആ വെട്ടുകത്തി എവിടെ ഇരിക്കുന്നത്? അതാ ഒരു കാര്യം പറയാൻ പറഞ്ഞത്. മാമനെ ഉറങ്ങാൻ സമയമായി. ഞാൻ പോവാ. പോട്ടെ. ആ ശരി, പോയോ? ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. എങ്ങനെ ഇടുന്നു ഇന്റെ വഴിയുള്ളൂ. അപ്പൊ പോണേ, യാത്രയില്ല. മാമ സൂക്ഷിച്ചു പോണേ, പാമ്പുള്ള വഴിയാ. അയ്യോ, മനുഷ്യനെ പേടിപ്പിക്കാതെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇതൊരു തുടക്കം മാത്രം, ബാക്കിയെല്ലാം വഴിയെ കണ്ടോ. സ്വീറ്റ് ഡ്രീംസ്. കാക്കോത്തി ഉറങ്ങിയെന്ന് തോന്നുന്നു. എന്ത് ചെയ്യും? ശബ്ദം ഉണ്ടാക്കി നോക്കിയിട്ടും കാക്കോത്തി എണീക്കുന്നില്ലല്ലോ.